കോൺഗ്രസ് നേതാവ് വസന്ത് സിരേഖ് ചേർന്നു. വസന്ത്, സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഈ മണിക്കൂർ നമ്മൾ സംസാരിക്കുന്നത് അൻവറിനെ കുറിച്ചാണ്. അപ്പോൾ പലപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഈ അൻവറിനെ ഹൈലൈറ്റ് ചെയ്യുന്നു എന്നത്. എന്തെങ്കിലും ഒരു വെടി പൊട്ടിച്ചാലോ എന്നുള്ളൊരു താല്പര്യം തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് പി വി അൻവറിന്റെ കാര്യത്തിൽ ഉണ്ടാവും. പക്ഷേ നിലവിൽ പി വി അൻവർ നേരത്തെ പണമില്ലാത്തതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു. അതിനുശേഷം നിരവധി ആളുകൾ പണവുമായി എത്തിയതുകൊണ്ട് മത്സരിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ആദ്യം പിണറായിസമായിരുന്നു, ഇപ്പോൾ സതീശനിസവും വന്നു. നിലവിൽ പൈസയില്ല, തൻ്റെ അധികാരവും നഷ്ടപ്പെട്ടു, ഭരണത്തലലും നഷ്ടപ്പെട്ടു, തൻ്റെ സ്വത്തുക്കളും തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. 1 രൂപയാണെങ്കിലും അത് തനിക്കൊരു ധാർമ്മിക പിന്തുണയായി കിട്ടണം എന്ന ഒരു അഭ്യർത്ഥന അൻവർ പറയുമ്പോൾ അത് കാശിന് വേണ്ടി അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ? അത് ആ ഒരു ധാർമ്മിക പിന്തുണ എത്രത്തോളം ഉണ്ട് എന്ന് അൻവറിന് മനസ്സിലാക്കാനാണോ ഇത്തരം ഒരു ക്രൗഡ് പുള്ളിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? അൻവറിന് നാട്ടിലുള്ളത് ന്യൂസ് വാല്യൂ മാത്രമാണ്. അതായത് നിങ്ങൾ മീഡിയാസിന് പോയിന്റുകൾ ഇടാൻ, നിങ്ങൾക്ക് ഷോർട്സ് ഉണ്ടാക്കാൻ, നിങ്ങൾക്ക് ന്യൂസ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ, ന്യൂസ് പോസ്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ന്യൂസ് മെറ്റീരിയലാണ് പി വി അൻവർ. അതിനപ്പുറത്ത് യാതൊരു പൊളിറ്റിക്കൽ വാല്യൂയോ ഒരു പൊളിറ്റിക്കൽ മെറ്റീരിയലോ അല്ല പി വി അൻവർ എന്നത് സംശയം വേണ്ട. ഒന്ന്, അദ്ദേഹം ആദ്യമായി മത്സരിക്കുന്നത് ഏടനാണ്. അവിടെ മത്സരിക്കുമ്പോൾ CPM തന്നെ മുന്നണിയിൽ നിർത്തിയിരുന്ന CPI സ്ഥാനാർത്ഥിയെ പിന്തള്ളി CPM-ന്റെ വോട്ടുകൾ പർച്ചേസ് ചെയ്തുകൊണ്ടാണ് അവിടെ 2ാം സ്ഥാനത്ത് അദ്ദേഹം വരുന്നത്. അങ്ങനെ വന്ന് തന്റെ കഴിവ് തെളിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ പറയുന്ന നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്നത്. ആദ്യ തവണത്തെ ഭൂരിപക്ഷത്തിന്റെ 4/1 ഭൂരിപക്ഷം പോലും 2ാം തവണ അദ്ദേഹത്തിന് പിടിക്കാൻ സാധിച്ചിട്ട് 2700 വോട്ടുകളിലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്തത്. പിണറായി വിജയന്റെ കടന്നൽ രാജയായി നിലകൊണ്ടിരുന്ന അൻവർ ഇന്ന് എന്താണ് അൻവർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്? ആദ്യം അദ്ദേഹം പിണറായിസത്തിനെതിരെ പറഞ്ഞു, പിന്നീട് സതീശനിസത്തിനെതിരെ പറയുന്നു. ഇങ്ങനെ കുറെ ഇസങ്ങൾക്കെതിരെ നിൽക്കുന്ന അൻവർ ബേസിക്കലി അവനവനിസത്തിന്റെ ആളാണ്. എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്നൊരു സിനിമയിൽ പറയുന്നത് പോലെ ഞാൻ ഈ രാജ്യം മുഴുവൻ ഭരിക്കാൻ പോകുന്ന എന്തോ നേതാവാണ് എന്നുള്ള രീതിയിൽ അഭിനയിക്കുകയാണ്. ഒന്നെങ്കിൽ അൻവറിന് ഏതോ സിനിമയിൽ ഈ രേവതി പറയുന്ന പോലെ ഞാൻ അത്രേ ചോദിച്ചുള്ളൂ, മാത്രമേ ചോദിച്ചുള്ളൂ, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ അൻവറുള്ളത്. ചോദിക്കുന്നത് എന്താണ്? കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയാണ്, പിന്നെ എന്താണ് ഫോറസ്റ്റ് വകുപ്പ്, മുഖ്യമന്ത്രി പദം കൂടെ ചോദിക്കാതിരിക്കാനുള്ള വലിയ മഹാമനസ്കത ശ്രീ അൻവർ കാണിച്ചല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. അൻവറിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ആയാലും എന്താ കുഴപ്പം? അൻവർ മുഖ്യമന്ത്രി ആവാനൊക്കെ പറ്റിയ ഒരാളല്ലേ. അതിന് മാത്രം MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ടല്ലോ. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ 1-2 പാർട്ടികളിൽ 1ാമത്തെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെ മെമ്പറല്ലേ ശ്രീ പി വി അൻവർ. കാര്യം തൃണമൂലിന്റെ ചിഹ്നം കിട്ടിയില്ലെങ്കിലും അതിനൊപ്പിടാൻ 10 പേരെ കിട്ടിയില്ല എങ്കിൽ പോലും ആ മണ്ഡലത്തിൽ നിന്നുള്ള 10 പേർ വേണമെന്നാണ് അൻവർ പറയുന്നത്. അതിന് പോലും ആളെ കിട്ടിയില്ലെങ്കിലും അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ വലിയ നേതാവല്ലേ. നോക്കൂ, ഒരു രാഷ്ട്രീയ ബോധ്യം, രാഷ്ട്രീയ മര്യാദ, മെച്യൂരിറ്റി എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ, ഒരു പൊളിറ്റിക്കൽ ചൈൽഡിന്റെ മെച്യൂരിറ്റി പോലും ഇല്ലാതെ തീർത്തും ചൈൽഡിഷ്നെസ് ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കുക, അത് വിളിച്ചു പറയുക, അങ്ങനെ പുറത്തേക്ക് വരിക. നോക്കൂ, അൻവർ പറഞ്ഞ ആദ്യകാലത്തെ രാഷ്ട്രീയത്തോട് ഈ കേരളത്തിന്റെ പൊതുമനസാക്ഷി മുഴുവൻ അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിന്നാണ്. പിന്നീട് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു തവണയെങ്കിലും പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട കള്ളക്കടം, പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട മാഫിയ ബന്ധങ്ങളെ പറ്റിയും പറയാൻ ശ്രീ അൻവർ തയ്യാറായിട്ടുണ്ടോ? തയ്യാറായിട്ടില്ല. അൻവറിന്റെ മെയിൻ ഫോക്കസ് UDF-ന് മേലാണ്. അപ്പോൾ UDF-നെ കടന്ന് ആക്രമിക്കുക, ഇത് പിണറായി വിജയന്റെ കൊട്ടേഷൻ ഏറ്റെടുത്താണോ അൻവർ പ്രവർത്തിക്കുന്നതെന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ കുറച്ച് കടത്തിൽ പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ധാരണപ്പുറത്താണോ അൻവറിന്റെ പ്രവർത്തനം എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അൻവർ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അൻവറിനെ സംബന്ധിച്ച് അൻവറിന്റെ ബേസിക് പ്രശ്നം അദ്ദേഹം പറയുന്നത് UDF-ൽ ഘടകകക്ഷിയാക്കിയില്ല. എങ്ങനെ ഘടകകക്ഷിയാക്കാൻ പറ്റും? ഘടകകക്ഷിയാക്കുന്ന പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അത് പറഞ്ഞ 1ാമത്തെ മണിക്കൂറിൽ UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പറ്റി പുലഭ്യം പറയുക. അങ്ങനെ പുലഭ്യം പറയുന്ന ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരാളെ വിളിച്ചിരുത്തി ചായ കൊടുത്ത് മുന്നണിയുടെ പടിവാതിക്കൽ ചെന്നൈയിൽ കസേരയിട്ട് ഇരുത്താൻ പറ്റിയ ഒരാളാണോ? അല്ല. സ്വാഭാവികമായും എന്താണ് PC ജോർജിന് പൂഞ്ഞാറിൽ സംഭവിച്ചത്? അതേ അവസ്ഥയിലേക്ക് ആര് പോകുന്നു? പി വി അൻവർ പോകുന്നു. കേരളം അത്രമാത്രം ഈ നിലയില്ലാത്ത വർത്താനം പറയുന്ന വാവിട്ട കോടാലികൾക്കെല്ലാം ഇടം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ മനസ്സല്ല കേരളത്തിൻ്റെത്. കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ മെച്യൂരിറ്റിക്കാണ് എപ്പോഴും സ്പേസ് ഉള്ളത്. അത് കൃത്യമായി രാഷ്ട്രീയം പറയുന്നവരുടെ രാഷ്ട്രീയ ഇടമാണ്. അല്ലാത്തവരെല്ലാം കാലത്തിന്റെ ചവറ്റുകുട്ടയിലായിരിക്കും അൻവറിന്റെ സ്ഥാനം എന്നതിൽ യാതൊരു സംശയവും. PC ജോർജിനെ പോലെ കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക്, കേരള രാഷ്ട്രീയത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളായിരിക്കും അൻവർ. ഇപ്പൊ നോക്കൂ, എന്താണ് ഇവരുടെ PR എക്സസൈസ്? അൻവർ കട്ടൻ കാപ്പി കുടിച്ച് എവിടെ ഇരിക്കുന്നു? നിലമ്പൂരിലിരിക്കും. അവസാന റിസൾട്ട് വരുമ്പോൾ ഇത് തന്നെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അൻവർ കട്ടൻ കാപ്പി കുടിച്ച് നിലമ്പൂരിലിരിക്കും. സ്വരാജ് വന്ന വഴി നേരെ ഷൊർണൂർ വഴി വീണ്ടും എറണാകുളത്തേക്കോ
അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ തിരിച്ചു പോകും. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അവിടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്തേക്ക് നിയമസഭയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോ ഇതാണ് റിസൾട്ട് വരുന്ന ദിവസം കാത്തിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവും. വസന്ത്, അതായത് അത്രയ്ക്ക് അങ്ങനെ വിടുവായത്തരം പറയുന്ന ഒരു മണ്ടനായി അൻവറിനെ നമുക്ക് കാണാൻ കഴിയുമോ? ഇപ്പൊ PC ജോർജിനെ പറ്റി താങ്കൾ ഒരുപാട് പറഞ്ഞു. PC ജോർജും പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ വ്യക്തമായ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തി തന്നെയാണ് പോയത്. പക്ഷേ ഭാവിയിൽ അദ്ദേഹത്തിന് അത് കുറച്ച് ക്ഷീണം സംഭവിച്ചു എങ്കിൽ പോലും അൻവറിനെ നമ്മൾ അങ്ങനെ അങ്ങ് ചെറുതായി കാണേണ്ടതുണ്ടോ ഇക്കാര്യത്തിൽ? കാരണം അൻവർ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഒരു പൊരുത്തക്കേടുകളുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഈ സാഹചര്യം പോലും ആ ധാർമ്മിക പിന്തുണയാണ് 1 രൂപയാണെങ്കിൽ പോലും എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായി അൻവർ കാണുന്നില്ല അതിനെ. നമുക്ക് ഈ 1 രൂപയാണെങ്കിൽ പോലും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിന്തുണ സ്വീകരിക്കും. എന്നിട്ട് അൻവറിന് ബന്ധമുള്ള മുതലാളിമാരെ കൊണ്ട് കോടികൾ ഇടിപ്പിക്കുന്നു. എന്നിട്ട് അൻവർ പറയുന്നു, ഇതാ നോക്കൂ, ഈ 1 രൂപ ചലഞ്ചിലൂടെ എനിക്ക് കോടികൾ കിട്ടി പറഞ്ഞാൽ 1000 കോടി കിട്ടിയെന്നിരിക്കട്ടെ. 1000 കോടി പേരാണോ 1 രൂപ ചോദിച്ചാൽ? അല്ലല്ലോ. ഒരാൾക്കാണെങ്കിൽ 1000 കോടി അദ്ദേഹത്തിന് കൊടുക്കത്തില്ലേ? കൊടുക്കാൻ സാധ്യത ഉള്ളവരുണ്ടെങ്കിൽ. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ PR എക്സസൈസിന്റെ ഭാഗമാണ്. അങ്ങ് പറഞ്ഞതുപോലെ തീർത്തും മണ്ടനായ ശിക്കാരിശപ്പല്ല അൻവറെന്ന് എനിക്കും അറിയാം. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ കൗശല്യമുള്ള സൂത്രനാണ്. ശിക്കാരി ശംഭുവിന്റെ കാര്യം പറഞ്ഞത് സൂത്രനാണ്. പക്ഷെ ഒരു പ്രശ്നം, ഈ സൂത്രൻ ചില സമയങ്ങളിൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ ബൾബ് കത്തുകയുള്ളൂ എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഏത് മുന്നണിയിൽ നിൽക്കുന്നെങ്കിലും അതിനൊരു വ്യക്തമായ ഒരു മര്യാദ പാലിക്കണ്ടേ? ആ മുന്നണിയുടെ ഈ പറയുന്ന പൊതു മിനിമം പരിപാടി അംഗീകരിക്കണ്ടേ? ആ മുന്നണിയുടെ നേതൃത്വത്തെ അംഗീകരിക്കണ്ടേ? മുന്നണിയുടെ സ്ഥാനാർത്ഥി അംഗീകരിക്കണ്ടേ? എനിക്ക് തോന്നുന്നത് ശ്രീ അൻവർ പ്രതീക്ഷിച്ചിരുന്നത് LDF വിട്ട് അദ്ദേഹം മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ UDF നേതാക്കൾ അദ്ദേഹത്തിന്റെ പുറകെ ചെല്ലും, അദ്ദേഹത്തിന്റെ നിലമ്പൂരിലെ വീട്ടിൽ ചെന്ന് മത്സരിക്കണമേ എന്ന് പറഞ്ഞ് കാലിൽ തൊഴുത് പിടിക്കും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. അപ്പൊ സ്വമേധയാ പറയാൻ പറ്റില്ലല്ലോ, ഞാൻ രാജിവെച്ചു, ഞാൻ തന്നെ മത്സരിച്ചോളാം UDF നിന്ന് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടിക്ക് തന്നെ ആദ്യം പറയാൻ പറ്റില്ലല്ലോ, ഇപ്പൊ പറയുന്നുണ്ട്. പക്ഷേ അത് നടന്നില്ല. സ്വാഭാവികമായ ആ മണ്ഡലത്തിൽ UDFന് ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ എന്ന പോലെ തന്നെ നേതൃത്വം മത്സരിക്കാൻ ഒന്നിലേറെ നല്ല മികച്ച സ്ഥാനാർത്ഥികളുണ്ട്. അതെല്ലാ മണ്ഡലത്തിലും UDFനുണ്ട്, അവിടെയും ഉണ്ട്. അപ്പൊ അൻവർ രാജിവെച്ചു എന്ന് പറഞ്ഞ് അൻവറിനെ തന്നെ ഞങ്ങൾ മത്സരിപ്പിക്കണം എന്നുണ്ടോ? അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ ആ പ്ലാൻ നടക്കാതെ പോയതിനുള്ള വെകുളി, ആ പ്ലാൻ നടക്കാതെ പോയതിനുള്ള വിഷമമാണ് അദ്ദേഹം ഇങ്ങനെ തീർക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ PC ജോർജിനെ പോലെ എന്ന് ചോദിച്ചാൽ, അദ്ദേഹം എന്റെ നിയോജകമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന MLA ആണ്. PC ജോർജിനെക്കാളും കഷ്ടമായിരിക്കും എന്നാണ്. PC ജോർജ് 1 തവണയെങ്കിലും സ്വതന്ത്രനായി ജയിച്ചു. അതിനേക്കാൾ ബഹു കഷ്ടമായിരിക്കും അൻവറിന് എത്ര വോട്ടുണ്ടെന്ന്. ഈ 2200 വോട്ടാണ് അധികമായി അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ LDFന്റെ കൂടെ ചേർന്ന് നിന്നപ്പോൾ പിടിക്കാൻ സാധിച്ചത്. LDFന്റെ കൂടെ നിന്നപ്പോൾ ഈ തവണ LDFന്റെ കയ്യിൽ നിന്ന് എത്ര വോട്ട് അദ്ദേഹത്തിന് സമാഹരിക്കാൻ സാധിക്കും? ഒരു 8000-ൽ താഴെ വോട്ടുകളിലേക്ക് അൻവർ തള്ളപ്പെടും. പിന്നെ ഒരു ആകപ്പാടുള്ള ഒരു ആശ്വാസം, അവിടെ BJP പണിയെടുക്കുന്നില്ലാത്തത് കൊണ്ടും BJPക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സാധ്യതയും താല്പര്യവും ഇല്ലാത്തത് കൊണ്ടും രാജീവ് ചന്ദ്രശേഖരൻ ഏത് നിലമ്പൂർ എന്ത് മത്സരം എന്ന് ചോദിക്കുന്നത് കൊണ്ടും ഏതായാലും BJPയുടെ തൊട്ടുമുകളിൽ 3-ാം സ്ഥാനത്ത് അൻവർ ഉണ്ടാവും, 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടത്തില്ല എന്നുള്ള ഒരു ആശ്വാസം അൻവറിനുണ്ട്. വസന്ത്, നമ്മൾ ഈ നിലമ്പൂരിലേക്ക് കൂടി ഒന്ന് പെട്ടെന്ന് നോക്കി വന്നാൽ, ഈ UDF LDF പോരാട്ടം നടക്കുന്നു എന്ന് പറയുന്നു. NDAക്ക് അവിടെ വലിയ സ്ഥാനമില്ല എന്ന് പറയുമ്പോൾ അൻവർ എഫക്റ്റിലും വലിയ കാര്യമൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മുടെ സഹ പാനലിസ്റ്റ് ആയിരുന്ന ഷാബു പ്രസാദ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഷാബു പ്രസാദ് മാത്രമല്ല, മറ്റൊരു ചാനൽ ചർച്ചയിൽ മറ്റൊരാളും ഇതേ നിരീക്ഷണം തന്നെ ഉണ്ടായിരുന്നു. നിലമ്പൂരിൽ സ്വരാജ് ജയിക്കും, കാരണം മറുഭാഗത്ത് വോട്ട് നൽകാൻ ഒരാൾ വേണ്ടി. പ്രതിപക്ഷം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. 10 വർഷമായി ഇവിടെ ഒരു പ്രതിപക്ഷത്ത് ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ദയനീയമായ ഒരു സാഹചര്യം എന്നൊക്കെ ഒരു വിലയിരുത്തൽ വരുന്നുണ്ട്. നിലമ്പൂരിൽ സ്വരാജ് ജയിക്കും. മാത്രമല്ല UDFന്റെ ശവമടക്ക് നടത്താൻ പോകുന്നത് 2026-ൽ UDFനെ വെട്ടി മൂടാൻ പോവുകയാണ് തുടങ്ങി അങ്ങനത്തെ ഒരു വലിയൊരു പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു. അത്തരം നിരീക്ഷണങ്ങൾ പലതും വരുന്നുണ്ട്. കാരണം നിഷ്ക്രിയത്വമായ ഒരു പ്രതിപക്ഷം എന്ന രീതിയിലാണ് കോൺഗ്രസിനെ ഇപ്പോൾ കാണുന്നത്. ആരാണ് പോസ്റ്റ് ഇട്ടത്? ഷാബു പ്രസാദ് ആണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. ഷാബു പ്രസാദ് പക്ഷെ അൻവറിന്റെ ഉദ്ദേശിച്ചുകൊണ്ടിട്ടതാണ്. മറ്റൊരു ചാനൽ ചർച്ചയിൽ മറ്റാരോ പറഞ്ഞതാണ്, ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആരുടെയും ശവം തോണ്ടിയെന്ന് കഴിഞ്ഞ 3 ഉപതെരഞ്ഞെടുപ്പുകളിലും ജയിച്ചപ്പോൾ പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ കോട്ടയായ ചേലക്കരയിൽ അതുവരെ 40,000-ൽ താഴെ വോട്ടിന് ജയിച്ചിട്ടില്ലാത്ത ചേലക്കരയിൽ അവരുടെ ഭൂരിപക്ഷത്തെ 4-1 കുറച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആരുടെയും ശവം തോണ്ടാൻ പോവുകയാണ്. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു ഹെൽത്തി കോമ്പറ്റീഷനാണ്. സ്വാഭാവികമായും നിലമ്പൂരും അത് തന്നെയാണ്. നിലമ്പൂർ LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. നിങ്ങൾ UDFന്റെ കോട്ട എന്നൊക്കെ പറയുമ്പോൾ LDFന്റെ സിറ്റിംഗ് സീറ്റാണെന്നുള്ളത് അംഗീകരിക്കുന്നത്.
LDFന്റെ സിറ്റിംഗ് സീറ്റിലുള്ള മത്സരമാണ്. സ്വാഭാവികമായും ആ മത്സരത്തിന് ഞങ്ങളുടെ എഡ്ജല്ല ഒന്നാം ഘട്ടത്തിൽ അനുകൂലമായി നിൽക്കുക. അത് എല്ലായിടത്തും അങ്ങനെയാണ്. സിറ്റിംഗ് സീറ്റിൽ ആ പാർട്ടിക്ക് ഒരു എഡ്ജ് ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ഇത് ഞങ്ങൾക്ക് അനുകൂലമാണ്. കാരണം കൂരിയാടടക്കമുള്ള പാലങ്ങളുടെ, റോഡുകളുടെ തകർച്ച, മലപ്പുറത്തെ പറ്റിയുള്ള മുഖ്യമന്ത്രിയുടെ വിദ്വേഷ പരാമർശം, പെൻഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ സമയത്ത് മാത്രം ഖജനാവിൽ പണം ഉണ്ടാവുന്നത് ചോദ്യം ചെയ്യുമ്പോൾ അതിനെ വളച്ചുപിടിക്കാനുള്ള ശ്രമം, ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നേ, ജനം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നേ. അൻവർ നോട്ട് ചെയ്താൽ അതിന് പരിഹാരം ഉണ്ടാവില്ല. അമ്പിനും തുമ്പിനും അടുക്കാത്ത, തൂണിനും തുരുമ്പിനും ഗുണമില്ലാത്ത BJPക്ക് നിയമസഭയിൽ വോട്ട് ചെയ്താൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ സ്വാഭാവികമായും ഇത്രയും കാലം LDFന് വേണ്ടി LDFന്റെ വലിയ പ്രചാരകനായി നിന്നിരുന്ന, LDFന്റെ കൊള്ളരുതായികളെ എല്ലാ കാലത്തും വെള്ളപൂശാൻ നിന്നിരുന്ന സ്വരാജിനെതിരെ ജനം ആഞ്ഞു കുത്തുന്നതിൽ സംശയം വേണ്ട. പിന്നെ നിങ്ങൾ പറയുന്ന ഈ സ്വരാജ് വലിയ ആനയൊന്നുമല്ല. ഞാൻ അത്ഭുതപ്പെടുകയാണ്. നിങ്ങൾ മാധ്യമങ്ങൾ, സീരിയൽ ന്യൂസ് മാത്രമെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ മാധ്യമങ്ങളെല്ലാം എന്തോ സ്വരാജ് എന്തോ വലിയ ആനയാണ് എന്ന് പറയുകയാണ്, എന്ന് അവതരിപ്പിക്കുകയാണ്. നിങ്ങളൊരു ഇതുവരെ കണ്ടിട്ടില്ല അശുദ്ധാത്മാവിനെ പോലെ വലിയൊരു ആനയാണ് സ്വരാജ് എന്നാണ് നിങ്ങൾ പറയുന്നത്. നോക്കൂ, കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെന്റിന് ശേഷം രണ്ടാം പിണറായി ഗവൺമെന്റ് വരുമ്പോൾ ആ വലിയ തരംഗത്തെ LDF തരംഗം എന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? കോവിഡ് അടക്കമുള്ള കാര്യങ്ങൾ. ആ LDF തരംഗം അംഗീകരിച്ചാൽ മതിയാവും. ആ LDF തരംഗത്തിൽ തോറ്റുപോയ, അതായത് കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചാണ് LDF രണ്ടാമത് അധികാരത്തിൽ വരുന്നത്. തോറ്റുപോയ 2 സിറ്റിംഗ് MLA ഉള്ളൂ. ആരൊക്കെയാ? ഒന്ന് ജെ മേഴ്സിക്കുട്ടിയമ്മ, മന്ത്രിയായിരുന്നു, അവർ തോറ്റുപോയി, ബഹുഭൂരിപക്ഷത്തിൽ തോറ്റുപോയി. 2 M സ്വരാജ് ആണെന്നേ. അതെന്താ മനസ്സിലാവാത്തത്? അതായത് LDFന്റെ തരംഗം രണ്ടാമത് ആഞ്ഞടിക്കുമ്പോൾ ഒന്നാം പിണറായി ഗവൺമെന്റിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ തോറ്റുപോകുന്ന MLA 2 പേരിൽ ഒരാളായി M സ്വരാജ് വന്നുവെങ്കിൽ അത്രമാത്രം ജനകീയനാണ് അദ്ദേഹം എന്നുള്ളത് മനസ്സിലായപ്പോൾ. ഇനി ഇതേ M സ്വരാജ് നിലമ്പൂരിന്റെ സ്വന്തം എന്നൊക്കെ പറയുമ്പോൾ ഈ M സ്വരാജ് എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ മുമ്പ് മത്സരിക്കാഞ്ഞത്? അതായത് PV അൻവർ അവിടെ ഒന്നാമത് മത്സരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സേഫ് മണ്ഡലം നോക്കി അദ്ദേഹം തൃപ്പൂണിത്തറയിലേക്ക് പോയത്? PV അൻവർ രണ്ടാമത് മത്സരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം തൃപ്പൂണിത്തറയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തത്? അതായത് സ്വന്തം മണ്ഡലത്തിൽ, സ്വന്തം ചിഹ്നത്തിൽ ഇതുവരെ മത്സരിക്കാൻ ധൈര്യമില്ല, അത് വേറെ മണ്ഡലം നോക്കിപ്പോയാൽ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഓക്കെ, ഞാൻ മത്സരരംഗത്ത് താല്പര്യമില്ലായിരുന്നു, മാറി നിന്നു എന്ന് പറയാം. അങ്ങനെയല്ലല്ലോ. സ്വന്തം മണ്ഡലത്തിൽ സ്വതന്ത്രനെ മത്സരിക്കാൻ വിട്ട് മറ്റൊരു മണ്ഡലത്തിൽ ചിഹ്നം നോക്കി മത്സരിക്കാൻ പോയ ആളാണ് M സ്വരാജ്. ആ M സ്വരാജിനെ പറ്റിയാണ് നിങ്ങൾ ഈ കഥയെല്ലാം പറയുന്നത്. നോക്കൂ, അച്യുതാനന്ദന്റെ പക്ഷമൊക്കെ ഇന്നും ആ പാർട്ടിക്കകത്ത് ജീവനോടെ ഉണ്ട്. പിണറായിക്കെതിരായി അച്യുതാനന്ദനെ പണ്ട് സ്നേഹിച്ചിരുന്നവർ ഇന്നത് പിണറായി വിരുദ്ധ ഗ്രൂപ്പ് ആ പാർട്ടിക്കകത്തുണ്ട്. അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വേട്ടയാടിയവർക്കുള്ള ഉത്തരം കൊടുക്കാനും നിലമ്പൂരിലെ സഹാക്കളടക്കം തയ്യാറായിരിക്കുകയാണ്. ഞങ്ങൾ മിനിമം ഒരു 15,000 വോട്ടിന്, വളരെ ക്ലിയറായി പറയാം, വളരെ ക്ലിയറായി. അതായത് ഇപ്പം മത്സര ചിത്രം വ്യക്തമായല്ലോ. മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോഴൊന്നും ഇതായിരുന്നില്ല അവസ്ഥ. ഇപ്പോൾ മത്സര ചിത്രം വ്യക്തമാണ്. നിങ്ങൾ പറയുന്ന പോലെ ചതുഷ്കോണം, ഞങ്ങൾ പറയുന്നത് പോലെ LDF UDF മത്സരം എന്തുമായിക്കോട്ടെ, 15,000 വോട്ടിന് അവിടെ UDF ജയിക്കുമെന്നത് യാതൊരു സംശയവും വേണ്ട. LDFന്റെ സിറ്റിംഗ് സീറ്റ് ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ആദ്യമായി ഞങ്ങൾ തിരിച്ചുപിടിക്കാൻ പോകുന്നത് നിലമ്പൂരിലായി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.